നമസ്കാരം. കരളിൻ്റെ ആരോഗ്യം എല്ലാവരെയും ആശങ്കപ്പെടുത്തുന്ന ഒരു വിഷയമാണ്. ഈ ലിവർ ഫാറ്റ്, അതിനെക്കുറിച്ച് ചർച്ചകൾ നടന്നുകൊണ്ടേയിരിക്കുന്നു. ചൂടേറിയ ചർച്ചകൾ, അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാ തരത്തിലുള്ള ഉപദേശങ്ങളും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഈ ലിവർ ഫാറ്റിനെ ഒരു രോഗാവസ്ഥയാക്കി ഇന്ന് നമ്മളെല്ലാവരും കൂടി മാറ്റിയിട്ടുണ്ട്. ലിവർ ഫാറ്റ് എന്ന് പറയുന്ന രോഗാവസ്ഥയല്ല. ലിവറിൽ നോർമൽ ആരോഗ്യത്തോടെ ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് ചെറിയ അളവിൽ ഫാറ്റ് ഉണ്ടാവും. അതൊരു പ്രശ്നമേ അല്ല. ഈ ചാനലിൽ ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണത്. ലിവറിലെ ഫാറ്റിൻ്റെ അളവ് ഒരു പരിധിക്കപ്പുറം കടന്നു കഴിയുമ്പോൾ മാത്രമേ പ്രശ്നം തുടങ്ങുകയുള്ളൂ. അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് അടുത്തത് സിറോസിസ് ഉണ്ടാവുമെന്നോ അല്ലെങ്കിൽ ക്യാൻസർ ഉണ്ടാവുമെന്നോ ഒന്നുമല്ല. ഈ സിറോസിസും ക്യാൻസറും പിന്നെ ലിവർ ട്രാൻസ്പ്ലാന്റ് അതിനെക്കുറിച്ചൊക്കെ ആൾക്കാർ ചർച്ച ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നു, അയ്യോ അടുത്ത ആഴ്ച അല്ലെങ്കിൽ അടുത്ത മാസം അടുത്ത വർഷമൊക്കെ ഇവർക്ക് ഇത് വേണ്ടി വരുന്ന രീതിയിലാണല്ലോ ഇവർ സംസാരിക്കുന്നത് എന്നുള്ളത്. അങ്ങനെയൊന്നുമല്ല. എന്നാൽ ഫാറ്റി ലിവർ എന്ന് പറയുന്ന ഈ അവസ്ഥ അവഗണിക്കേണ്ട ഒന്നാണോ? അല്ല. അതിന് അതിൻ്റെതായ പ്രാധാന്യമുണ്ട്. അത് ആ രീതിയിൽ തന്നെ പരിഗണിക്കപ്പെടേണ്ടതുമാണ്. എന്താണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നം? കേരളത്തിൽ ശ്രദ്ധിച്ചോളൂ, കേരളത്തിൽ 30-ലും 40-ലും വയസ്സ് പ്രായത്തിൻ്റെ ഇടയിലുള്ള 84% വ്യക്തികൾക്കും ഫാറ്റി ലിവർ ഉണ്ട് എന്നാണ് പറയുന്നത്. ഇത് IT സെക്ടറിൽ ചെയ്ത പഠനത്തിൻ്റെ ഒരു നിഗമനമാണ്. ഇത് ഞാൻ ഉണ്ടാക്കി പറഞ്ഞതല്ല. ഇത് ഇന്ത്യൻ എക്സ്പ്രസ്സിൽ വന്ന ഈ അടുത്ത കാലത്ത് ഇന്ത്യൻ എക്സ്പ്രസ്സിൽ വന്ന ഒരു ഇൻ്റർവ്യൂ, ഡോക്ടർ അങ്കുർ ഗാർഗ്, ഡയറക്ടർ അറ്റ് സെൻറ്റർ ഫോർ ലിവർ GI ഡിസീസസ് ആൻഡ് ട്രാൻസ്പ്ലാന്റേഷൻ, അദ്ദേഹവുമായിട്ടുള്ള ഒരു ചർച്ചയുടെ നേച്ചർ മാഗസീനിൽ വന്നതാണത്ര. 84% ഓഫ് IT പ്രൊഫഷണൽസ്. ഇത് കേരളത്തിൻ്റെ മാത്രമല്ല, ഈ സോ കോൾഡ് സോഷ്യോ എക്കണോമിക്കലി അപ്വേർഡ് എന്ന് വെച്ചാൽ സാമ്പത്തികമായി മുന്നാക്കം നിൽക്കുന്ന IT പ്രൊഫഷണൽസ് ഉൾപ്പെടെയുള്ള പ്രൊഫഷണൽസിൻ്റെ ഇടയിൽ, ഈവൻ ഡോക്ടേഴ്സിൻ്റെ ഇടയിൽ ഇത് സർവ്വസാധാരണമായിട്ട് ഇപ്പോൾ കാണാറുണ്ട്. അപ്പോൾ ഈ 30-ലും 40-ലും ഒക്കെ ഫാറ്റി ലിവർ കാണുന്നത് ഒരു വലിയ പ്രശ്നം തന്നെയാണ്. ബിക്കോസ് 10, 15, 20 വർഷങ്ങൾക്ക് ശേഷം ഇത് ഒരുപാട് പ്രശ്നങ്ങൾക്ക് കാരണമാവും എന്നുള്ളതിൽ ഒരു സംശയമില്ല. കാണാതെ പോകുന്ന ഒരു വിഷയമാണത്. ഇതിന് ബാഹ്യ ലക്ഷണങ്ങളൊന്നും തന്നെ തുടക്കത്തിലുണ്ടാവില്ല. ലിവർ ഫങ്ഷൻ ടെസ്റ്റ് ചെയ്തിട്ടാണ് പലരും തീരുമാനിക്കുന്നത്, ഓക്കെ എൻ്റെ ലിവർ ഓക്കെയാണ് അല്ലെങ്കിൽ അല്ല എന്ന് പലരും തീരുമാനിക്കുന്നത്. വലിയൊരു തെറ്റാണത്. ലിവറിൻ്റെ അൾട്രാസൗണ്ട് ചെയ്യുക അല്ലെങ്കിൽ ഫൈബ്രോ സ്കാൻ ചെയ്യുക, അതിൻ്റെ കൂടെ തന്നെ ലിവർ ഫങ്ഷൻ ടെസ്റ്റും ചെയ്യുക എന്നുള്ള ഒരൊറ്റ മാർഗം മാത്രമേ ഫാറ്റി ലിവർ ഉണ്ടോ ഇല്ലയോ എന്ന് തീരുമാനിക്കാൻ സാധിക്കുള്ളൂ. ഇനി അഥവാ ഫാറ്റി ലിവർ ഉണ്ടെങ്കിൽ തന്നെ പലരും കരുതുന്നത് ഇനി കൊഴുപ്പുള്ള ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ ഒഴിവാക്കിയാൽ എനിക്ക് ഓക്കെ ആയിരിക്കും എന്നുള്ളത്. ശരിയാണോ? അത് ആബ്സല്യൂട്ട്ലി റോങ്. ഇവിടെ കാർബ്സിൻ്റെ ഉപഭോഗം കൂടുന്തോറുമാണ് ഫാറ്റി ലിവറിൻ്റെ പ്രശ്നം വരുന്നത്. പിന്നെ വേറെ പല കാരണങ്ങളുണ്ട്, അതിനെക്കുറിച്ച് ഞാൻ വിശദീകരിച്ചിട്ടുണ്ട്. പക്ഷെ ഇന്ന് ഹൈലൈറ്റ് ചെയ്യാൻ ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, കാപ്പി കുടിക്കുന്നതും ഫാറ്റി ലിവറും തമ്മിലുള്ള ബന്ധമാണ്. നിങ്ങൾ ഇത്രയും നേരം കണ്ടുവെങ്കിൽ നിങ്ങൾ ഇനി അടുത്ത ഏതാനും മിനിറ്റുകളും കൂടി ഇത് കാണും. കാരണം എന്താണെന്ന് വെച്ചാൽ, നൗ യുവർ ക്യൂരിയോസിറ്റി ഈസ് അറൗസ്ഡ്. ശരിയല്ലേ? ഇപ്പം നിങ്ങൾക്കൊരു ജിജ്ഞാസ വന്നു, എന്താ കാപ്പി എവിടെ നിന്ന് വന്നു? ഫാക്ട്, ബ്ലാക്ക് കോഫി ഫാറ്റി ലിവറിന് വളരെ പ്രയോജനപ്രദമായിട്ടുള്ള ഒരു വസ്തുവാണെന്ന് ഒരുപാട് പഠനങ്ങൾ ഈ അടുത്ത കാലത്ത് തെളിയിച്ചു. ഡു യു നോ ദാറ്റ്? ഈ ഫാറ്റി ലിവറും കാപ്പിയും തമ്മിൽ ബന്ധം എന്താണെന്നുള്ളത് കുറേ നാളായിട്ട് ചർച്ചയിലേക്ക് നിറഞ്ഞു നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞാനും അതിനെക്കുറിച്ച് വായിക്കാനിടയായി. ബ്ലാക്ക് കോഫി ഈസ് ദ ബെസ്റ്റ്, ഒരു സംശയമില്ല. ഇതിപ്പോൾ എവിടെ നിന്ന് വന്നതാണ്? ആരെങ്കിലും ഉണ്ടാക്കി പറഞ്ഞതാണോ? തീർച്ചയായിട്ടും അല്ല. ഇത് ഇഫ് യു ഗോ ത്രൂ ക്ലീവ്ലാൻഡ് ക്ലിനിക് എന്ന് പറയുമ്പോൾ ലോക പ്രശസ്തമായിട്ടുള്ള ഒരു റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂഷനാണ്. അവർ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ,
Coffee contains antioxidants and other compounds that play a big role in decreasing liver inflammation. ലിവറിൽ നീർക്കെട്ടുണ്ടാവുന്ന പല പ്രക്രിയകളെയും കാപ്പിയിൽ അടങ്ങിയിട്ടുള്ള ആൻറ്റി ഓക്സിഡൻസ്, കാപ്പിയിൽ അടങ്ങിയിട്ടുള്ള എസ്പെഷ്യലി ക്ലോറോജനിക് ആസിഡ് എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകം ഈ പറയുന്ന ഇൻഫ്ലമേഷന്, നീർക്കെട്ടിനെ ഗണ്യമായി കുറയ്ക്കും. അതുപോലെ ഓട്ടോഫേജി എന്ന് പറയുന്ന ഒരു പ്രക്രിയയുണ്ട്. ഓട്ടോഫേജിയിൽ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ലിവർ അതിൻ്റെ തന്നെ പ്രായപൂർത്തിയായ ജരാനരകൾ ബാധിച്ച് കേടുപാടുകൾ വന്ന കോശങ്ങളെ നീക്കം ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് ഓട്ടോഫേജി എന്ന് പറയുന്നത്. ഓട്ടോഫേജിയെ ത്വരിതപ്പെടുത്തുന്ന ഒരു വസ്തുവും കൂടിയാണ് കാപ്പി. ഇമാജിൻ. അപ്പോൾ ദാറ്റ് ഹെൽപ്സ് യുവർ ലിവർ ഫങ്ഷൻ പ്രോപ്പർലി. പിന്നെ കോഫി അഡിനോസിൻ റിസപ്റ്റേഴ്സ് എന്ന് പറയുന്ന ചില രാസപദാർത്ഥങ്ങളെ ഇൻഹിബിറ്റ് ചെയ്യും. അതായത് അവയുടെ പ്രവർത്തനത്തെ തടയും അല്ലെങ്കിൽ കുറയ്ക്കും. ഈ അഡിനോസിൻ റിസപ്റ്റേഴ്സ് ആണ് ലിവർ ഇഞ്ചുറി, കരളിന് കേടുപാടുകൾ കൂട്ടുന്ന വസ്തുക്കൾ. അപ്പോൾ അവയെ തടയുന്നതിലൂടെ കേടുപാടുകളും വലിയൊരു പരിധിവരെ കുറയ്ക്കാൻ സാധിക്കും. ആൻഡ് ഫൈബ്രോസിസ് ആണ് എല്ലാവരും ഒരു പേടി സ്വപ്നം. ലിവറിൽ സ്കാർ ടിഷ്യൂ, ഫൈബ്രോസിസ് തടയാൻ കാപ്പി അത്യുത്തമമാണെന്ന് ഈ പഠനങ്ങൾ തെളിയിച്ചു. അപ്പോൾ എന്ത് തരത്തിലുള്ള കാപ്പിയാണെന്നാണ് അടുത്ത ചോദ്യം. അപ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞു ബ്ലാക്ക് കോഫി. ഇനിയിപ്പോൾ ചിലർ ചോദിക്കും ഇൻസ്റ്റന്റ് കോഫിയാണോ ഫിൽട്ടർ കോഫിയാണോ എന്നുള്ളത്. ഏതാണോ നല്ലത്? നോ ഡൗട്ട് ഇറ്റ് ഈസ് ഫിൽട്ടർ കോഫി. നമ്മുടെ ട്രഡീഷണൽ ഫിൽട്ടർ കോഫി, ബ്ലാക്ക് ഫിൽട്ടർ കോഫി തന്നെയാണ് നല്ലത് എന്നുള്ളത് ഈ പഠനത്തിൽ തന്നെ അവർ സൂചിപ്പിച്ചിട്ടുണ്ട്. ഫോർ യുവർ കൈൻഡ് ഇൻഫർമേഷൻ. ഇനിയിപ്പോൾ കാപ്പിയിൽ മധുരം ചേർത്തിട്ട് കഴിക്കാവോ ഇല്ല എന്നുള്ള ചിലർ ചോദിക്കും. മധുരമാണെങ്കിൽ അത് പഞ്ചസാര ആയിരിക്കണോ, ശർക്കര ആയിരിക്കണോ, തേനായിരിക്കണോ എന്നുള്ളത്. ഫ്രാങ്ക്ലി ഐ എം എഗെയിൻസ്റ്റ് ഓൾ ദിസ്. കാപ്പി ശരിക്കും അതിൻ്റെ ആ ഫ്ലേവറോടെ അതിൻ്റെ യഥാർത്ഥ ടേസ്റ്റ് കിട്ടണമെങ്കിൽ അതിൽ പാല് ചേർക്കാൻ പാടില്ല. അത് ഞാൻ ഓൾറെഡി പറഞ്ഞു, ബ്ലാക്ക് കോഫി ആയിരിക്കണം എന്നുള്ളത്. പിന്നെ അതിൽ മധുരം പോലും ചേർക്കാൻ പാടില്ല. ഗൾഫിലൊക്കെ ജീവിച്ചവർക്ക് ഇത് പരിചയം ഉണ്ടാവും. നമ്മുടെ നാട്ടിൽ ഇതിൽ ഒരുപാട് പഞ്ചസാരയും അല്ലെങ്കിൽ ശർക്കരയും വോട്ടെവർ, പിന്നെ ഒരുപാട് പാലൊക്കെ ചേർത്ത് അതിനെ നശിപ്പിക്കും. ആക്ച്വൽ കോഫിയുടെ ഒരു ഫ്ലേവർ നമുക്ക് ആസ്വദിക്കാൻ സാധിക്കാറില്ല നമ്മുടെ നാട്ടിൽ. അൺഫോർച്ചുനേറ്റ് ബട്ട് ട്രൂ. ശരിയല്ലേ? അപ്പോൾ നല്ല ബ്ലാക്ക് ഫിൽട്ടർ കോഫി. ഇനിയിപ്പോൾ സ്വാദിന് വേണ്ടി വേണമെങ്കിൽ ഇത്തിരി ഒരു മധുരം ചേർക്കുക. ഐ വുഡ് സജസ്റ്റ് പ്ലീസ് ഡോണ്ട് ആഡ് എനി ഷുഗർ. ആ കോഫി ഡെയിലി 1-2 ചെറിയ കപ്പ് കുടിക്കുന്നതിലൂടെ ഈ പറയുന്ന പ്രശ്നം, ഫാറ്റി ലിവർ, വലിയൊരു സാമൂഹിക പ്രശ്നമാണ്. വലിയൊരു പരിധി വരെ തടയാൻ പറ്റും എന്നുള്ള ശാസ്ത്രീയമായ തെളിവുകളാണ് ഇവിടെ നിരത്തിരിക്കുന്നത്. ഇനിയിപ്പോൾ അടുത്ത ഒരു വിഷയം കൂടി, ഹെപ്പറ്റൈറ്റിസ് സിക്ക് ഇത് പ്രയോജനപ്പെടും എന്നൊക്കെ ചില പഠനങ്ങൾ പറയുകയുണ്ടായി. ഞാൻ അതിനെക്കുറിച്ചും വായിച്ചു. അങ്ങനത്തെ ഒരു തെളിവുമില്ല. അതായത് വൈറൽ ഇൻഫെക്ഷൻസ് കാരണം ഉണ്ടാകുന്ന ഫാറ്റി ലിവറിന് ഇത് വലിയ പ്രയോജനം ചെയ്യില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. നിങ്ങൾക്ക് എന്തെങ്കിലും മറിച്ച അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ഇഫ് യു ഹാവ് നോട്ട് ഡൺ ദാറ്റ്. ഓക്കെ. ആൻഡ് നിങ്ങൾക്ക് താല്പര്യമുള്ള വിഷയങ്ങൾ ദയവായി ഇവിടെ എഴുതി അറിയിക്കുക. വി വിൽ ബി മോർ ദൻ വില്ലിങ് ടു കം അപ്പ് വിത്ത് ദോസ് ടോപ്പിക്സ്. ആ വിഷയങ്ങളെക്കുറിച്ച് തീർച്ചയായിട്ടും വീഡിയോസ് ചെയ്യുന്നതായിരിക്കും. ആൻഡ് പഴയ വീഡിയോസ്, ഫാറ്റി ലിവറിനെ കുറിച്ച് പഴയ വീഡിയോസും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ദയവായി അതും കാണാൻ ശ്രമിക്കുക. ഫാറ്റി ലിവർ ഒരുപാട് പുതിയ ഈ പരീക്ഷണങ്ങൾ മാത്രമല്ല ഗവേഷണങ്ങൾക്കും കാരണമാവുന്ന ഒരു വിഷയമാണ്. പുതിയ അറിവുകൾ വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട് ഫാറ്റി ലിവറിനെ കുറിച്ച്. ഹൗ ഇറ്റ് എഫക്ട്സ് us. ഇപ്പൊ തന്നെ ഫാറ്റി ലിവർ എന്നുള്ള വാക്ക് മാറ്റി MASLD എന്നുള്ളൊരു പുതിയ പേരാണ് അതിന് വന്നിരിക്കുന്നത്. പണ്ട് നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഡിസീസ് എന്നായിരുന്നെങ്കിൽ ഇക്കാലത്ത് അതിനറിയപ്പെടുന്നത് മെറ്റബോളിക് ഡിസ്ഫങ്ഷൻ അസോസിയേറ്റഡ് സ്റ്റിയറ്റോട്ടിക് ലിവർ ഡിസീസ്. കടിച്ചാൽ പൊട്ടാത്ത വാക്കുകളാണ്. ബട്ട് ദാറ്റ് ഈസ് വാട്ട് ഇറ്റ് ഈസ് കോൾഡ്, MASLD. എന്തുകൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു പുതിയ നാമകരണം വന്നിരിക്കുന്നതിന്? മറ്റൊന്നുമല്ല, അതിനെക്കുറിച്ചുള്ള അറിവുകൾ പുതുതായി വന്നതുകൊണ്ട് തന്നെ. സോ വി വിൽ അപ്ഡേറ്റ് യു ഓൺ ദ ലേറ്റസ്റ്റ്. കീപ് വാച്ചിങ് ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.